നമസ്കാരം. കേരള നവോത്ഥാനം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട വനിതകളെ കുറിച്ചാണ്. ഞാൻ ശ്യാം. ഏവർക്കും അഡ്ഹോക് ലേണിംഗ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് ആദ്യം ആരെ പഠിക്കാം? അക്കാമ്മ ചെറിയാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ശ്രദ്ധിക്കണേ. അക്കാമ്മ ചെറിയാൻ ജനിച്ച വർഷം തന്നെ പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട്. അക്കാമ്മ ചെറിയാൻ ജനിച്ച വർഷം 1909 ഓർത്തു വെക്കണം. അക്കാമ്മ ചെറിയാൻ ജനിച്ച വർഷം 1909. അക്കാമ്മ ചെറിയാൻ മരണപ്പെട്ട വർഷം 1982. അത് ആദ്യം പഠിക്കണേ. അക്കാമ്മ ചെറിയാൻ 1909 ജനിച്ചിട്ട് 1982 മരണപ്പെട്ടു. മറക്കല്ല്. അക്കാമ്മ ചെറിയാൻ 1909 ജനിച്ചിട്ട് 1982 മരണപ്പെട്ടു. അക്കാമ്മ ചെറിയാന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയാണ്. മറക്കല്ല്. അക്കാമ്മ ചെറിയാൻ ജന്മസ്ഥലം ഏതാണ്? കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയാണ്. അക്കാമ്മ ചെറിയാന്റെ സ്മാരക പ്രതിമ എവിടെയാണ്? തിരുവനന്തപുരത്ത് രാജ്ഭവന് മുൻപിലാണ്. ഓർത്തു വെക്കണം. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുൻപിലായിട്ട് സ്ഥാപിക്കപ്പെട്ട പ്രതിമ ഏത് വനിതയുടെയാണ്? അത് അക്കാമ്മ ചെറിയാന്റെയാണ്. അക്കാമ്മ ചെറിയാന്റെ സഹോദരിയുടെ പേരാണ് റോസമ്മ പുന്നൂസ്. ഓർത്തു വെച്ചേക്കണേ. അക്കാമ്മ ചെറിയാന്റെ സഹോദരിയുടെ പേരാണ് റോസമ്മ പുന്നൂസ്. മറക്കല്ല്. തിരിച്ചു വരാം. ഫസ്റ്റ് പ്രോടൈം സ്പീക്കർ ആണ് ആര്? റോസമ്മ പുന്നൂസ്. ഓർത്തോണം. കേരള നിയമസഭയിലെ ഫസ്റ്റ് പ്രോടൈം സ്പീക്കർ ആണ് ആര്? റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസിന്റെ നിയമസഭാ മണ്ഡലമാണ് ദേവികുളം, ഇടുക്കി ജില്ല. മറക്കല്ല്. റോസമ്മ പുന്നൂസിന്റെ നിയമസഭാ മണ്ഡലമാണ് ദേവികുളം, ഇടുക്കി ജില്ല. ഇത്തരം പറഞ്ഞ് മനസ്സിലായോ? തിരിച്ചു വരാൻ പോവാണേ. അക്കാമ്മ ചെറിയാൻ 1909 ജനിക്കുന്നു. 1982 മരണപ്പെടുന്നു. ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുൻപിലായി സ്ഥാപിക്കപ്പെട്ട പ്രതിമ ആരുടേത്? അക്കാമ്മ ചെറിയാന്റെയാണ്. അക്കാമ്മ ചെറിയാന്റെ സഹോദരിയുടെ പേരാണ് റോസമ്മ പുന്നൂസ്. അക്കാമ്മ ചെറിയാന്റെ സഹോദരിയുടെ പേരാണ് റോസമ്മ പുന്നൂസ്. ശ്രദ്ധിക്കണം. നമ്മുടെ ആദ്യത്തെ കേരളത്തിലെ ഇലക്ഷൻ, അവിടെ മൊത്തമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ 126 പേര്. മനസ്സിലാക്കണം. ഒന്നാമത്തെ കേരള നിയമസഭയില് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ 126 പേരാണ്. അതിൽ 6 പേരാണ് സ്ത്രീകൾ. 6 സ്ത്രീകളിൽ ഒരാൾ മാത്രമാണ് മന്ത്രിയായത്. 6 സ്ത്രീകളിൽ ഒരാൾ മാത്രമാണ് മന്ത്രിയായത്. ആ മന്ത്രിയായിരുന്നു KR ഗൗരിയമ്മ. ശരിയല്ലേ? 6 സ്ത്രീകൾ മുഴുവനായിട്ടുണ്ടായിരുന്നു. ആ 6 സ്ത്രീകളിൽ ഒരാൾ മാത്രമാണ് മന്ത്രിയായത്. ആ മന്ത്രിയാണ് ആര്? KR ഗൗരിയമ്മ. ആ 6 സ്ത്രീകളിൽ ഒരു വ്യക്തി ആരാ? റോസമ്മ പുന്നൂസ. ആ റോസമ്മ പുന്നൂസ് നിയമസഭാ മണ്ഡലമാണ് ദേവികുളം, ഇടുക്കി ജില്ല. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം മദ്രാസ് ഗവൺമെന്റ് കേരളത്തിന് വിട്ടു നൽകിയ മലയാള ഭാഷാ പ്രദേശമാണ് ദേവികുളം. ആ ദേവികുളം താലൂക്കാണ് റോസമ്മ പുന്നൂസിന്റെ നിയമസഭാ മണ്ഡലം. ആ റോസമ്മ പുന്നൂസ് ആണ് കേരള നിയമസഭയിലെ ഫസ്റ്റ് പ്രോടൈം സ്പീക്കർ. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ് ആണെങ്കിൽ ആ റോസമ്മ പുന്നൂസ് ആയിരിക്കണം കേരള നിയമസഭയിൽ തന്നെ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. അല്ലെ? അപ്പൊ അവര് പ്രതിജ്ഞ ചെയ്തപ്പോൾ അതെന്തായിട്ട് മാറി? നിയമസഭയായിട്ട് മാറി. ഫസ്റ്റ് പ്രോടൈം സ്പീക്കർ ആരായി? റോസമ്മ പുന്നൂസായി. ശേഷം വന്ന സ്പീക്കറാണ് ശങ്കരനാരായണൻ തമ്പി. അപ്പൊ ഓർത്തു വെച്ചാൽ മതി, കേരള നിയമസഭയിലെ ഫസ്റ്റ് പ്രോടൈം സ്പീക്കറാണ് ആര്? റോസമ്മ പുന്നൂസ്. തിരിച്ചു വരട്ടെ. ഈ റോസമ്മ പുന്നൂസിന്റെ ഭർത്താവിന്റെ പേരാണ് പുന്നൂസ്. റോസമ്മ പുന്നൂസിന്റെ ഭർത്താവിന്റെ പേരാണ് പുന്നൂസ്. റോസമ്മ പുന്നൂസിന്റെ സഹോദരിയാണ് ആര്? അക്കാമ്മ ചെറിയാൻ. അക്കാമ്മ ചെറിയാന്റെയും റോസമ്മ പുന്നൂസിന്റെയും പിതാവിന്റെ പേര് ചെറിയാൻ എന്നാണ്. മനസ്സിലാക്കണം. അക്കാമ്മ ചെറിയാന്റെയും റോസമ്മ പുന്നൂസിന്റെയും പിതാവിന്റെ പേര് ചെറിയാൻ എന്നാണ്. റോസമ്മ പുന്നൂസിന്റെ ഭർത്താവിന്റെ പേര് പുന്നൂസ്. അക്കാമ്മ ചെറിയാന്റെ ഭർത്താവിന്റെ പേര് VV വർക്കി. വ്യക്തമാണോ? അത് ആ പേര് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അക്കാമ്മ ചെറിയാന്റെ ഭർത്താവിന്റെ പേരെന്താണ്? VV വർക്കി. അക്കാമ്മ ചെറിയാന്റെയും റോസമ്മ പുന്നൂസിന്റെയും ആരുടെയിലുമാണ്? അക്കാമ്മ ചെറിയാന്റെയും റോസമ്മ പുന്നൂസിന്റെയും പിതാവിന്റെ പേരാണ് ചെറിയാൻ. തിരിച്ചു വരട്ടെ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി.
തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി, തിരുവിതാംകൂറിന്റെ വന്ധ്യ വയോധിക, തിരുവിതാംകൂറിന്റെ വന്ധ്യ വയോധിക, കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക്. മറക്കല്ല്, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി, തിരുവിതാംകൂറിന്റെ വന്ധ്യ വയോധിക, കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നീ പേരിൽ ഒക്കെ അറിയപ്പെട്ട വ്യക്തി ആരാണ്? അക്കാമ്മ ചെറിയാനാണ്. മറക്കല്ല്, ട്രാവൻകൂറിന്റെ ഝാൻസി റാണി, ട്രാവൻകൂറിന്റെ വന്ധ്യ വയോധിക, കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നീ പേരിലൊക്കെ അറിയപ്പെട്ട വ്യക്തി ആരാണ്? അക്കാമ്മ ചെറിയാൻ. ഈ അക്കാമ്മ ചെറിയാൻ അംഗമായ വളരെ പ്രസിദ്ധമായ തിരുവിതാംകൂർ സംഘടനയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. നമ്മൾ പല ക്ലാസ്സിലായിട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പേര് പല ഭാഗത്ത് പറയുന്നുണ്ട് അല്ലെ. CV കുഞ്ഞിരാമൻ അധ്യക്ഷനായ കമ്മിറ്റിയിൽ വെച്ച് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നു. ആ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് പട്ടം താണപിള്ളയാണ്. ആ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായ വ്യക്തിയാണ് അക്കാമ്മ ചെറിയാൻ. മനസ്സിലാക്കണേ, ആ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായ വ്യക്തിയാണ് അക്കാമ്മ ചെറിയാൻ. ആ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ത്രീ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ദേശസേവികാ സംഘം. മറക്കല്ല്, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ത്രീ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ദേശസേവികാ സംഘം. ആ ദേശസേവികാ സംഘം സ്ഥാപിച്ച വ്യക്തിയാണ് അക്കാമ്മ ചെറിയാൻ. മറക്കല്ല്, 1938 രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ത്രീ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ദേശസേവികാ സംഘം. സ്ഥാപിച്ച ആളുടെ പേര് അക്കാമ്മ ചെറിയാൻ. ആ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രക്ഷോഭ സമയത്ത് ആ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ മുഴുവനായിട്ട് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ജയിലിൽ നിന്ന് പുറത്തിറക്കണം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന് മേൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവച്ചേക്കുന്ന നിരോധനം ഒഴിവാക്കണം, തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം ശക്തമാക്കണം എന്നിങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അക്കാമ്മ ചെറിയാൻ 1938 തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ രാജധാനി മാർച്ച് സംഘടിപ്പിച്ചു. ശ്രദ്ധിക്കണം, 1938 എന്നും 39 എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാലും വിശ്വസിക്കാവുന്ന ഒരു ആൻസർ 1938 ആണ്. അപ്പൊ 38 തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ രാജധാനി മാർച്ച് ആര് സംഘടിപ്പിച്ചു? അക്കാമ്മ ചെറിയാൻ. എന്തിനു വേണ്ടി? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന് മേലുള്ള നിരോധനം ഒഴിവാക്കുക. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ജയിലിൽ നിന്ന് പുറത്തിറക്കുക, തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം ശക്തമാക്കുക, ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ അക്കാമ്മ ചെറിയാൻ രാജധാനി മാർച്ച് സംഘടിപ്പിച്ചു. ഈ മാർച്ച് കൊട്ടാരത്തിലെത്തിയപ്പോൾ ഈ മാർച്ചുകാർക്ക് നേരെ ബ്രിട്ടീഷ് പോലീസ് തോക്ക് ചൂണ്ടി. ആ തോക്ക് ചൂണ്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് നമുക്കറിയാം, വാട്ട്കിക്ക്. പേരെന്തുവാണ്? വാട്ട്കിക്ക്. അന്ന് ഈ സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഐ ആം ദ ലീഡർ, ഷൂട്ട് മീ ഫസ്റ്റ് ബിഫോർ യു കിൽ അതേഴ്സ്. ഞാനാണ് ലീഡർ, എന്നെ ആദ്യം വെടിവെക്കൂ, എന്റെ മരണശേഷം മാത്രമേ എന്റെ ആളുകളെ നിങ്ങൾക്ക് ആക്രമിക്കാൻ സാധിക്കൂ എന്നാരും ഉറക്കെ വിളിച്ചു പറഞ്ഞു അക്കാമ്മ ചെറിയാൻ. അതൊരു മുദ്രാവാക്യമായിട്ട് മാറിയപ്പോൾ വാട്ട്കിക്ക് പിന്മാറുകയും ബ്രിട്ടീഷ് പോലീസ് പിന്മാറുകയും അങ്ങനെ അക്കാമ്മ ചെറിയാന്റെ രാജധാനി മാർച്ച് ഒരു വമ്പൻ വിജയമായിട്ട് മാറി. ഇതിനെ തുടർന്ന് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നാണ് അക്കാമ്മ ചെറിയാനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പൊ ഓർത്തു വെച്ചേക്കണം, ഐ ആം ദ ലീഡർ, ഷൂട്ട് മീ ഫസ്റ്റ് ബിഫോർ യു കിൽ അതേഴ്സ്. ആരുടെ വാചകമാണ്? അക്കാമ്മ ചെറിയാന്റെ വാചകമാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? രാജധാനി മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട്. ആ അക്കാമ്മ ചെറിയാന്റെ സ്ത്രീ വിഭാഗം സംഘടന അറിയപ്പെടുന്ന പേരെന്തുവാണ്? ദേശസേവികാ സംഘം എന്നാണ്. തിരിച്ചു വരട്ടെ, 1942 വർഷം നോക്കി വെച്ചേക്കണം. 1942 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട്, വാക്കെന്തുവാണ്? ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് അക്കാമ്മ ചെറിയാൻ ചുമതലയേറ്റു. അപ്പോൾ ദ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ഓഫ് അക്കാമ്മ ചെറിയാൻ, the first acting president of Travancore State Congress. ആരാ ഉത്തരം? അക്കാമ്മ ചെറിയാൻ. മറക്കല്ലേ, the first acting president of Travancore State Congress. ആരാ ഉത്തരം? അക്കാമ്മ ചെറിയാൻ. ആ അക്കാമ്മ ചെറിയാൻ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വന്ന വർഷം 1942. ഏതാണ്ട് ഇതേ സമയം തന്നെയാണ് മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായത്. ഈ സമയം മലബാറിലെ സ്ത്രീയുടെ പേരാണ് AV കുട്ടിമാളു അമ്മ. അപ്പൊ ഒരേ സമയത്ത്
തിരുവിതാംകൂറിൽ അക്കാമച്ചെറിയാനും മലബാറിൽ AV കുട്ടിമാളു അമ്മയും. ശരിയല്ലേ? അപ്പൊ 42 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആരാ? അക്കാമച്ചെറിയാൻ. ഇതേ സമയം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത സ്ത്രീ ആരാണ്? AV കുട്ടിമാളു അമ്മ. അതിന്റെയൊക്കെ ഫലമായിട്ട് 1944 AV കുട്ടിമാളു അമ്മ KPCCയുടെ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റു. വ്യക്തമാണോ പറഞ്ഞേ? 44 KPCCയുടെ പ്രസിഡന്റ് ആയിട്ട് AV കുട്ടിമാളു അമ്മ ചുമതലയേറ്റു. 42 ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് AV കുട്ടിമാളു അമ്മ ജയിലിൽ അടയ്ക്കപ്പെടുകയുണ്ടായി. 2 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചു. 44 എന്ന വർഷമായപ്പോൾ KPCC പ്രസിഡന്റായി. ഏതാണ്ട് ഇതേ സമയം ട്രാവൻകൂറിലെ ആരാ വനിത? അക്കാമച്ചെറിയാനാണ്. അപ്പൊ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് അക്കാമച്ചെറിയാൻ തിരുവിതാംകൂറിലെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്ന ആ ഒരു സമയത്ത് തിരുവിതാംകൂർ ദിവാൻ എന്ന് പറയുന്നയാള് സർ CP രാമസ്വാമി. ആരാണ്? സർ CP രാമസ്വാമി. ഈ സമയം രാജാവാണ് ആര്? ശ്രീ ചിത്തിര. ഓർത്തു വെച്ചേക്കണേ, 38 ആ കാലഘട്ട സമയത്തെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവിന്റെ പേര് ചിത്തിര. ഈ സമയം ദിവാന്റെ പേര് സർ CP രാമസ്വാമി. അപ്പൊ 938 എന്ന് പറഞ്ഞാൽ അത് ഏകദേശം കൊല്ലവർഷം 1114 ആണ്. അത് ഏകദേശം കൊല്ലവർഷം 1114 ആണ്. ശരിയല്ലേ? കാരണം കൊല്ലവർഷം ആരംഭിച്ച ഡേറ്റ് AD 825 ആണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം. അപ്പം 1114 എന്ന് പറയുമ്പോൾ കൊല്ലവർഷമാണ്. ആ കൊല്ലവർഷം രാജധാനി മാർച്ച് ശക്തമാകുന്നു, ഉത്തരവാദ പ്രക്ഷോഭം ശക്തമാകുന്നു, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമാകുന്നു. ഈ സംഭവങ്ങളെല്ലാം ആസ്പദമാക്കി അക്കാമച്ചെറിയാൻ എഴുതിയ ബുക്കിന്റെ പേരാണ് 1114 കഥ. ഒരുപാട് പരീക്ഷകൾക്ക് വന്നൊരു ചോദ്യമാണ്. ഉത്തരവാദ ഭരണം പശ്ചാത്തലമാക്കി 1114 കഥ എന്ന പുസ്തകം എഴുതിയ വ്യക്തി ആരാണ്? അക്കാമച്ചെറിയാൻ. ഈ അക്കാമച്ചെറിയാന്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം. ജീവിതം ഒരു സമരം. അക്കാമച്ചെറിയാനെ കേന്ദ്ര കഥാപാത്രമാക്കി അക്കാമച്ചെറിയാൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയയാളുടെ പേര് R. പാർവതി ദേവി. ഓർത്തു വെച്ചേക്കണം, അക്കാമച്ചെറിയാൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയയാളുടെ പേര് R. പാർവതി ദേവി. ക്ലിയർ ആണോ? തിരിച്ചു വരാമേ. അപ്പൊ നമ്മൾ അക്കാമച്ചെറിയാനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ 2 പോയിന്റ്സ് എക്സ്ട്രാ ഇപ്പൊ തന്നെ ഓർത്ത് വെച്ചേക്കണം. സഹോദരിയുടെ പേര് റോസമ്മ പുന്നൂസ്. ഫസ്റ്റ് പ്രോടൈം സ്പീക്കർ. ശരിയല്ലേ? കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി. മറന്നുപോകുമോ? കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരത്തില്ലേ? കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നേടിയെടുത്ത ആദ്യ വ്യക്തി ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. ഓർത്തോണേ, കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നേടിയെടുത്ത ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തിയാണ് റോസമ്മ പുന്നൂസ്. ആ റോസമ്മ പുന്നൂസിന്റെ നിയമസഭാ മണ്ഡലമാണ് ദേവികുളം. അപ്പൊ ദേവികുളത്തെ MLA ആയിരുന്നു ആര്? റോസമ്മ പുന്നൂസ്. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടമായെങ്കിൽ ഇപ്പോൾ ദേവികുളത്ത് ആരില്ല? ഒരു MLA ഇല്ല, ഒരു നിയമസഭാംഗമില്ല. അപ്പൊ അവിടെ വീണ്ടും ഇലക്ഷൻ വരത്തില്ലേ? ആ ഇലക്ഷന്റെ പേരെന്തുവാ? ബൈ ഇലക്ഷൻ. 958 കേരളത്തിന്റെ ഫസ്റ്റ് ഉപ തിരഞ്ഞെടുപ്പ് അഥവാ ബൈ ഇലക്ഷൻ. ആ ബൈ ഇലക്ഷന്റെയും ആരാണ് വിജയി? റോസമ്മ പുന്നൂസ്. ഫസ്റ്റ് പ്രോടൈം സ്പീക്കർ ആരാണ്? റോസമ്മ പുന്നൂസ്. ഒന്നാം കേരള നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ 126. അതിൽ എത്ര സ്ത്രീകൾ? 6 സ്ത്രീകൾ. അതിൽ ഒരേ ഒരു വനിതാ മന്ത്രി ആരാണ്? KR ഗൗരിയമ്മ. 1944 KPCC പ്രസിഡന്റ് ആരാണ്? AV കുട്ടിമാളു അമ്മ. 42 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? അക്കാമച്ചെറിയാൻ. അവരുടെ മാർച്ചിന്റെ പേരെന്താണ്? രാജധാനി മാർച്ച്. മുദ്രാവാക്യം എന്താണ്? I am the leader, shoot me first before you kill others. അവർ ജനിച്ച വർഷമോ 1909. അവർ മരണപ്പെട്ട വർഷമോ 982. ഇത്രയും പറഞ്ഞ് മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണേ. ബാക്കി ഭാഗം നോക്കാമേ. തിരിച്ചു വരണം. കേരള നിയമസഭയിൽ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആൻസർ റോസമ്മ പുന്നൂസ്. അവരുടെ മണ്ഡലം ദേവികുളം, ഇടുക്കി ജില്ല. കേരളത്തിലെ ഫസ്റ്റ് ബൈ ഇലക്ഷന്റെ വിജയി റോസമ്മ പുന്നൂസ്. ഏത് വർഷം? 958. പഠിച്ചില്ലേ? തിരികെ വരാം. അപ്പൊ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ ക്വസ്റ്റ്യൻ എന്തുവാണ്? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യത്തെ വനിത. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യത്തെ വനിത. അവരുടെ പേര് മേരി പുന്നൻ ലൂക്കോസ്. പേരെന്തുവാണ്? മേരി പുന്നൻ ലൂക്കോസ്.
ശ്രദ്ധിക്കണേ, തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് ഒരാള് അംഗമാകുന്നു എങ്കിൽ അത് തിരഞ്ഞെടുക്കപ്പെടുകയല്ല, മറിച്ച് നാമനിർദ്ദേശം, നോമിനേഷൻ ആണ്. കാരണം ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ മാത്രമേ സ്വയംഭരണമുള്ളൂ. ഇത് ഇവിടെയില്ല, നാട്ടുരാജ്യങ്ങളിൽ ഇല്ല. അപ്പൊ തിരുവിതാംകൂറിലും കൊച്ചിയിലും നിയമസഭകളിലൊക്കെ പൊതുവെ ഒരാൾ അംഗമാകുവാണെങ്കിൽ നാമനിർദ്ദേശമായിരിക്കും. എന്നാൽ മലബാറിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്. കാരണം എന്താണ്? മലബാർ ബ്രിട്ടീഷ് പ്രവിശ്യയാണ്. അപ്പൊ മലബാറിൽ എന്തുണ്ട്? സ്വയംഭരണമുണ്ട്. ട്രാവൻകൂറിലോ കൊച്ചിയിലോ എന്തില്ല? സ്വയംഭരണമില്ല. അപ്പൊ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലോട്ട് അംഗമായ ആദ്യത്തെ വനിത ആരായാലും അവര് തിരഞ്ഞെടുക്കപ്പെടുകയാണോ? അല്ല, മറിച്ച് എന്തുവാ? നോമിനേഷൻ, നാമനിർദ്ദേശമാണ്. അപ്പൊ തിരഞ്ഞെടുക്കപ്പെടുകയല്ലാതെ നോമിനേഷൻ പ്രകാരം ഒരു സ്ത്രീ അംഗമാകുവാണെങ്കിൽ ആ ഒരു സ്ത്രീ മറ്റേതോ മേഖലയിൽ പ്രസിദ്ധരാണ്. ശരിയാണോ? അത് രാഷ്ട്രീയം ഒഴികെ മറ്റേതോ മേഖലയിൽ പ്രസിദ്ധരാണ്. ഒന്നുകിൽ കലയായിരിക്കാം, സാഹിത്യമായിരിക്കാം, സ്പോർട്സ് ആകാം, എന്തുമാവാം. ശരിയല്ലേ? അപ്പൊ ഓർത്തു വെച്ചേക്കണം, തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യത്തെ വനിത എന്ന് പറയുന്നയാള് മേരി പൊന്നൻ ലൂക്കോസ് ആണെങ്കിൽ ഇന്ത്യയിലെ ഫസ്റ്റ് വുമൺ സർജൻ ആണ് മേരി പൊന്നൻ ലൂക്കോസ്. ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ സർജൻ ആണ് മേരി പൊന്നൻ ലൂക്കോസ്. ഇന്ത്യയിലെ ഫസ്റ്റ് വുമൺ സർജൻ ആണ് മേരി പൊന്നൻ ലൂക്കോസ്. മനസ്സിലായോ? യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഒക്കെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിരുന്നു ആര്? മേരി പൊന്നൻ ലൂക്കോസ്. തൽക്കാലം ഓർത്തു നോക്കുക, ഇന്ത്യയിലെ ഫസ്റ്റ് വുമൺ സർജൻ മേരി പൊന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഫസ്റ്റ് വനിത മേരി പൊന്നൻ ലൂക്കോസ്. ഇവര് തിരുവനന്തപുരത്ത് എക്സ്റേ ആൻഡ് റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. ഒന്ന് ഓർത്ത് വെച്ചേക്കതായാലും തിരുവനന്തപുരത്ത് എക്സ്റേ ആൻഡ് റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച വ്യക്തി ആരാണ്? അത് മേരി പൊന്നൻ ലൂക്കോസ്. ശരിയല്ലേ? അപ്പൊ കൂടങ്ങ് പഠിച്ചു പോണേ. കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ വനിത, അല്ലെ? കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ വനിത, അവരുടെ പേരാണ് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. അല്ലെ? കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിളിക്കപ്പെടുന്ന മന്നത്ത് പത്മനാഭന്റെ ഭാര്യയുടെ പേര് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. 1929 NSS പ്രത്യേകമായിട്ട് വിളിച്ചുകൂട്ടിയ വുമൺ സെഷന്റെ അധ്യക്ഷയായിരുന്നു, ഓർത്തു വെക്കുക, തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. ക്വസ്റ്റ്യൻ പറഞ്ഞ മനസ്സിലായോ? 1929 NSS പ്രത്യേകമായിട്ട് വിളിച്ചു കൂട്ടിയ വുമൺ സെഷൻ ഉണ്ട്. ആ വുമൺ സെഷന്റെ ആരാ അധ്യക്ഷ? അത് തോട്ടയ്ക്കാട്ട് മാധവിയമ്മയാണ്. ആ തോട്ടയ്ക്കാട്ട് മാധവിയമ്മയാണ് കൊച്ചി നിയമസഭയിൽ അംഗമായ ആദ്യത്തെ വനിത. മറക്കല്ല്, തിരിച്ചു വരാം. അപ്പൊ തത്വചിന്ത കൂടെ പഠിച്ചു പോകണം. തത്വചിന്ത, ഹേമപഞ്ചരം എന്നീ കൃതികൾ എഴുതിയ വ്യക്തിയാണ് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. മറന്നുപോലെ, തത്വചിന്ത, ഹേമപഞ്ചരം എന്നീ കൃതികൾ എഴുതിയ വ്യക്തിയാണ് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. അപ്പൊ തിരികെ വരാൻ പോവാണ്. കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ വനിത തോട്ടയ്ക്കാട്ട് മാധവിയമ്മ, നാമനിർദ്ദേശത്തിലൂടെ. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ വനിത മേരി പൊന്നൻ ലൂക്കോസ്, നാമനിർദ്ദേശത്തിലൂടെ. മലബാറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത AV കുട്ടിമാളുവമ്മ, തിരഞ്ഞെടുപ്പിലൂടെ. അല്ലെ? മലബാറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത മേരി പൊന്നൻ ലൂക്കോസ്. കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടയ്ക്കാട്ട് മാധവി അമ്മ. പഠിച്ചില്ലേ? തിരിച്ചു വരാം. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിന്റെ ഭാഗമായ പല സഭകളുണ്ട്. ആ എല്ലാ സഭകളിലും അംഗമായ വനിതയാണ് അമ്മു സ്വാമിനാഥൻ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ പല സഭകളുണ്ടല്ലോ, രാജ്യസഭയിലെ, ലോകസഭയിലെ പല സഭകളുണ്ട്. അങ്ങനെ പല സഭകളിലും അംഗമായ ഒരേ ഒരു വനിതയാണ് അമ്മു സ്വാമിനാഥൻ. ഓർത്തുവെക്കത്തില്ലേ? തിരിച്ചു വരാം. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ബിരുദം ലഭിച്ച ആദ്യത്തെ പിന്നോക്ക ജാതിക്കാരി. ശ്രദ്ധിക്കണം, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ബിരുദം ലഭിച്ച, ഡിഗ്രി എഴുതി പാസ്സായ ആദ്യത്തെ വ്യക്തിയല്ല, ആദ്യത്തെ പിന്നോക്ക ജാതിക്കാരിയാണ് ദാക്ഷായണി വേലായുധൻ. ഈ ദാക്ഷായണി വേലായുധന്റെ സഹോദരനായിരുന്നു KP വള്ളോൻ. ആ പേര് പരിചയമുണ്ടോ? കൊച്ചിയുടെ അയ്യങ്കാളി, ഹരിജൻ, അധകൃതൻ എന്നീ മാസികകൾ പുറത്തിറക്കിയ വ്യക്തിയാണ് KP വള്ളോൻ. ആ KP വള്ളോന്റെ സഹോദരിയാണ് ദാക്ഷായണി വേലായുധൻ. ഓർത്തു വെച്ചേക്കണം, ഒരു ഡിഗ്രി എഴുതി പാസ്സായ കേരളത്തിലെ ആദ്യത്തെ പിന്നോക്ക ജാതിക്കാരിയാണ് ദാക്ഷായണി വേലായുധൻ. അപ്പൊ ഒരു ചോദ്യമുണ്ട്, കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത ആരാണ്? അല്ലെ? കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത ആരാണ്? ആ ഉത്തരം ലക്ഷ്മി N മേനോൻ. ലക്ഷ്മി N മേനോൻ.
ദ പൊസിഷൻ ഓഫ് വുമൺ, ദ പൊസിഷൻ ഓഫ് വുമൺ എന്ന പുസ്തകം എഴുതിയ വ്യക്തി ആരാ? ലക്ഷ്മി എൻ മേനോൻ. ആ ലക്ഷ്മി എൻ മേനോൻ കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത. അവർ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അവർ അംഗമായത് രാജ്യസഭയാണോ ലോകസഭയാണോ? രാജ്യസഭ. ശരിയല്ലേ? അവർ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ഏതാണ്? മണ്ഡലം ഏതാണ്? ബീഹാർ ആണ്. തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതായിരിക്കും? 952. അപ്പൊ കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത ആരാണ്? ലക്ഷ്മി എൻ മേനോൻ. തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതാണ്? ബീഹാർ. തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? 952. അപ്പൊ ഒരു ചോദ്യമുണ്ട്, കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് രാജ്യസഭാംഗമായ ആദ്യ വനിത ആരാണ്? കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് രാജ്യസഭാംഗമായ ആദ്യ വനിത ആരാണ്? ആ ഉത്തരമാണ് ഭാരതി ഉദയഭാനു. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് രാജ്യസഭയിൽ അംഗമായ ആദ്യ വനിത ആരാണ്? അത് ഭാരതി ഉദയഭാനു. ശരിയല്ലേ? രാജ്യസഭയിൽ അംഗമായ ആദ്യത്തെ മലയാളി വനിത ആരാണ്? അത് ലക്ഷ്മി എൻ മേനോൻ. മണ്ഡലമോ? ബീഹാർ. അപ്പം ഭാരതി ഉദയഭാനു ആരാണ്? കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് രാജ്യസഭയിൽ അംഗമായ ആദ്യ മലയാളി വനിത. അല്ലെ? ആദ്യ മലയാളി വനിത. ശരിയല്ലേ? അപ്പൊ ആരുടെ പുസ്തകമാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, VT ഭട്ടതിരിപ്പാട്. അപ്പൊ ആരുടെ പുസ്തകമാണ്? അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക്. ക്വസ്റ്റ്യൻ എന്തുവാണ്? ആരുടെ പുസ്തകമാണ്? അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക്. ആരാ ഉത്തരം? ഭാരതി ഉദയഭാനു. തിരിച്ചു വരട്ടെ. അപ്പൊ നമ്മള് കേരളത്തിലെ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വനിതകൾ ടോപ്പിക്കില് ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഭാഗം പൂർണ്ണമായിട്ടില്ല, ഇതിന്റെ ബാക്കി ഭാഗമുണ്ട്. നമുക്ക് ആ ഒരു ഭാഗം മറ്റു ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി.